1947 തൊട്ട് 1964 വരെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അതിനുശേഷം പ്രധാനമന്ത്രിയാകുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അതിനുശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ട് ആ പദവിയിൽ വരുന്നത് ഇന്ദിരാഗാന്ധി. അതിനുശേഷം 1977 ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയിലെ ഏറ്റവും കുറച്ചു കാലയളവ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ചരൺ സിംഗ്. അതിനുശേഷം വീണ്ടും ഇന്ദിരാഗാന്ധി വരുന്നു. പിന്നീട് 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നതിനെ തുടർന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് രാജീവ് ഗാന്ധി വരുന്നു. അതിനുശേഷം ചരൺ സിംഗ് വരുന്നു. അതിനുശേഷം VP സിംഗ് വരുന്നു, ചരൺ സിംഗ് വരുന്നു, നരസിംഹറാവു വരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ദിവസം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന രീതിയിൽ അടൽ ബിഹാരി വാജ്പേയി വരുന്നു, HD ദേവഗൌഡ വരുന്നു, IK ഗുജറാൾ വരുന്നു. വീണ്ടും അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു. അങ്ങനെ നിലവിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്?